നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആരവങ്ങൾ അടങ്ങി ഏറ്റവും ഒടുവിലായിട്ട് ഇതാ ഫിഫ വേൾഡ് കപ്പിലെ ഗോൾ ഓഫ് ദി ടൂർണമെൻ്റ് ആർക്കാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയാം. നമ്മളതിനെക്കുറിച്ച് നേരത്തെ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. അതിലിപ്പോൾ സിഡ്നി ലോപ്പസ് കബ്രാൽ, ഓർക്കുന്നുണ്ടാവും കേപ്പ് വെർദയുടെ താരത്തിൻ്റെ കിടിലൻ ഗോൾ, അർജൻറ്റീനയ്ക്കെതിരെ റൗണ്ട് ഓഫ് 32 പിറന്ന ഗോള്. പെനാൽറ്റി ബോക്സിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ആ ബോൾ എടുത്തിട്ട് അടിച്ചൊരു അടിയുണ്ട്. ടോപ്പ് കോർണറിലേക്ക് പന്ത് ഇങ്ങനെ വളഞ്ഞിറങ്ങുമ്പോൾ എമി മാർട്ടിനസ് നിസ്സഹായനായിപ്പോയ കാഴ്ച. ആ ഗോളാണ് ഇപ്പോൾ ഗോൾ ഓഫ് ദി ടൂർണമെൻ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു വല്ലാത്ത ഗോളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആ ഗോളിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഗോൾ ഓഫ് ദി ടൂർണമെൻറ്റ് നേടിയിരിക്കുന്നു. ലിയോണൽ മെസ്സിയുടെയും അതുപോലെ ഹുലിയൻ അൽവാരസിൻ്റെയും ഒക്കെ ഗോളുകൾ ഈ ഗോൾ ഓഫ് ദി ടൂർണമെൻറ്റിലുള്ള കണ്ടസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ വോട്ടിങ്ങിൽ അതിനൊക്കെ മറികടന്നിരിക്കുകയാണ്. രണ്ടാമതെത്തിയിരിക്കുന്ന ഗോളെന്ന് പറഞ്ഞാൽ എൽഡോർ ഷമുർഡോവിൻ്റേതാണ്, ഉസ്ബെക്കിസ്ഥാൻ്റെ താരം. അതുപോലെ തന്നെ വിൽസൺ ഇസിഡോറിൻ്റെ, ഹെയ്ത്തിയുടെ താരം വിൽസൺ ഇസിഡോറിൻ്റെ ഗോള് 3-ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഏതായാലും ഒന്നാമത് ഇപ്പോൾ സിഡ്നി ലോപ്പസ് കബ്രാലിൻ്റെ ഗോളാണ്. അദ്ദേഹം ആ ഗോൾ വന്ന വഴിയും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ഓപ്പണൻറ്റിനെ ഡ്രിബിൾ ചെയ്ത് കടന്നപ്പോൾ ഞാനൊരു ഓപ്പണിങ് കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഒരു അടി അങ്ങ് അടിച്ചാലോ എന്ന്. തീർച്ചയായിട്ടും ഞാൻ 2 കാല് കൊണ്ട് ഒരുപോലെ ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു സ്പേസ് കണ്ടു, ടോപ്പ് കോർണർ ലക്ഷ്യം വെച്ച് ഞാൻ അടിച്ചു. ഞാൻ കൃത്യമായിട്ട് ബോൾ സ്ട്രക്ക് ചെയ്യുകയും ചെയ്തു, അടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അടിച്ച് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ബോള് ടോപ്പ് കോർണറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ എന്താണ് ഈ ചെയ്തത്? എനിക്ക് ഭയങ്കര അവിശ്വസനീയത തോന്നി. ഞാൻ എൻ്റെ ടീംമേറ്റ്സിനെ നോക്കിയപ്പോൾ എല്ലാവരും അലറി വിളിക്കുകയാണ്, തലയിൽ കൈവച്ചുകൊണ്ട്. ഓവർ ജോയ്, വല്ലാത്തൊരു സന്തോഷത്തിൽ, അത്ഭുതത്തോടു കൂടി അവർ അലറി വിളിക്കുകയാണ്. ഗോൾ എന്ന് ഉറപ്പിച്ചപ്പോൾ ഞാനങ്ങ് ഓടി, ഒരു ഓട്ടം, ഒന്നും ചിന്തിക്കാതെ ഓടി. നോക്കുക, പിന്നെയാണ് ഞാനത് സംഭവം എന്താണെന്നുള്ളത് പോലും റിയലൈസ് ചെയ്യുന്നത്. വേൾഡ് കപ്പിൽ ഞാനൊരു സ്പെക്ടാക്കുലർ ഗോൾ നേടിയിരിക്കുന്നു. എല്ലാവരുടെയും സ്വപ്നമാണ് വേൾഡ് കപ്പിൽ ഒരു ഗോൾ അടിക്കുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഗോൾ അടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് സ്റ്റേജിൽ ഒരു ബിഗ് ടീമിനെതിരെ തീർച്ചയായിട്ടും വല്ലാതെ അമേസിങ് ആയിരുന്നു. ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഗോൾ അടിച്ചിട്ട് അദ്ദേഹം അങ്ങ് ഓടിയിട്ടൊരു ഓട്ടമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മക്കടുത്തേക്ക്, ഭാര്യക്കടുത്തേക്ക് ഒക്കെ അദ്ദേഹം ഓടുന്ന ഒരു കാഴ്ച. സോ അദ്ദേഹം പറയുന്നു, കളിക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ ഗേൾ ഫ്രണ്ടിനോടും പറഞ്ഞിരുന്നു, ഞാൻ ഗോൾ അടിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും എന്നുള്ളത്. ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മ കരയുന്നതാണ് ഞാൻ കണ്ടത്. അവർക്ക് അത് റിയലൈസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എല്ലാവരും ആ രൂപത്തിൽ തന്നെയായിരുന്നു. അമ്മ ഒന്ന് ഫെയിൻ്റ് ആവുന്നൊരവസ്ഥയും വന്നു. അവർക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും സംഭവിച്ചു ഞാൻ ഗോളടിച്ച സമയത്ത് എന്നുകൂടി സിഡ്നി ലോപ്പസ് കബ്രാൾ പറയുന്നു. അതൊന്നും അല്ല അതിൻ്റെ രസം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊരു കോൾ വന്നു, ഒരു മെസ്സേജ് വന്നു. ആരാന്നറിയോ? അത് മാഴ്സലോ ആയിരുന്നു, ബ്രസീലിയൻ താരം മാഴ്സലോ. എൻ്റെ ബിഗ്ഗസ്റ്റ് ഐഡോൾസിലൊരാളാണ്. അദ്ദേഹം എന്നെ നേരിട്ട് വിളിക്കുന്നു. എന്നിട്ട് എൻ്റെ ഗോള് കണ്ടിട്ട് അത് അമേസിങ് ഗോളാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടി അദ്ദേഹം മികച്ച ഗോളിനുള്ള വോട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആയിപ്പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹി ടോൾഡ് മീ ഹി വോട്ടഡ് ഫോർ മൈ ഗോൾ ആസ് ദി ബെസ്റ്റ് ഓഫ് ദി ടൂർണമെൻറ്റ്. ഞാൻ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ലായിരുന്നു, എനിക്ക് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത്രയധികം എക്സൈറ്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ വല്ലാത്തൊരു ആദരമായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞു, ഇറ്റ് വാസ് എ പ്ലഷർ വാച്ചിങ് യു പ്ലേ, യു ആർ റിയലി ഗുഡ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ വാക്കുകളൊന്നും അപ്പോൾ മറുപടി പറയാനും പറ്റിയില്ല. ഐ കുഡ്ന്റ് ബിലീവ് ഇറ്റ് വെൻ ഐ ഗോട്ട് ഹിസ് മെസ്സേജ് എന്നാണിപ്പോൾ സിഡ്നി ലോപ്പസ് കബ്രാൾ പറയുന്നത്. ഏതായാലും നിങ്ങൾ ആ ഗോള് പലരും കണ്ടിട്ടുണ്ടാവും, പലരുടെയും മനസ്സിലുണ്ടാവും. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാം, കാരണം ഫിഫയാണ്, എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മളത്
നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി നോക്കിയാൽ മതി. ഗോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.